ഡിയർ സ്റ്റുഡൻസ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി എല്ലാവരും വെൽക്കം ചെയ്യുന്നു. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഡിബഞ്ചറുകൾ റെഡീം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ രണ്ട് മെത്തേഡുകൾ, ലംസം പേയ്മെൻറ്റ് മെത്തേഡും ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും, ആ രണ്ട് മെത്തേഡുകൾ അതിൻ്റെ തിയറിയും പ്രോബ്ലംസ് എല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ടാണ്. ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ ഐ ബട്ടൺ, ഡിസ്ക്രിപ്ഷൻ, എൻ്റെ സ്ക്രീൻ എന്നിവ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കൊമേഴ്സ് ക്ലാസ് പാർട്ണർ എന്ന ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകളുടെ വീഡിയോകൾ ലഭ്യമായിരിക്കും. അപ്പോൾ ഈ ഒരു സിങ്കിങ് ഫണ്ട് മെത്തേഡ് പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറിയും ഒപ്പം തന്നെ ജേണൽ എൻട്രീസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് വരുന്ന ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ എന്താണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്, ഒപ്പം തന്നെ അതിൻ്റെ ജേണൽ എൻട്രീസ്, സിങ്കിങ് ഫണ്ട് മെത്തേഡിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും എന്താണ്, നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ജേണൽ എൻട്രീസ് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പഠിക്കുക. ഇതുമായിട്ട് കണക്ട് ചെയ്തായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി ജേണൽ എൻട്രീസ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ഒരു പ്രോബ്ലം, അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട്. എന്താണ് സിങ്കിങ് ഫണ്ട്, അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഡിബഞ്ചേഴ്സ് മേ ബി റെഡീംഡ് ബൈ ക്രിയേറ്റിംഗ് എ സിങ്കിങ് ഫണ്ട്. അപ്പോൾ ഒരു സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിബഞ്ചർ റിഡീം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമുക്ക് റിഡംഷന് വേണ്ടിയുള്ള പണം കണ്ടെത്തുന്ന ഒരു രീതി നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫണ്ട് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഡിബഞ്ചേഴ്സ് മേ ബി റെഡീംഡ് ബൈ ക്രിയേറ്റിംഗ് എ സിങ്കിങ് ഫണ്ട്. അണ്ടർ ദിസ് മെത്തേഡ് ഓഫ് റിഡംഷൻ എവറി ഇയർ എ പാർട്ട് ഓഫ് ദി പ്രോഫിറ്റ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് സെറ്റ് അസൈഡ് ആൻഡ് സിങ്കിങ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ്. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡിൽ, അണ്ടർ ദിസ് മെത്തേഡ് എവറി ഇയർ എ പാർട്ട് ഓഫ് ദി പ്രോഫിറ്റിൻ്റെ ഒരു വീതം, കമ്പനിയുടെ ലാഭത്തിൻ്റെ ഒരു വീതം ഒരു ഫിക്സഡ് ഇൻസ്റ്റാൾമെൻ്റ് ആയിരിക്കും, ഒരു നിശ്ചിത തുക എല്ലാ വർഷവും സെറ്റ് അസൈഡ് ചെയ്യുന്നു, എല്ലാ വർഷവും നീക്കി വയ്ക്കുന്നു. ആൻഡ് സിങ്കിങ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ്. ആ നീക്കി വയ്ക്കുന്ന തുക ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫണ്ടിന് പറയുന്ന പേരാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സിങ്കിങ് ഫണ്ട് നമ്മൾ പല പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ റിഡംഷന് വേണ്ടി നമുക്ക് ഇതുപോലെ സിങ്കിങ് ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. റിഡംഷന് വേണ്ടി നമ്മൾ നീക്കി വയ്ക്കുന്ന പ്രോഫിറ്റിൻ്റെ വീതമാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി സിങ്കിങ് ഫണ്ടിന് മറ്റൊരു പേര് കൂടെ പറയാറുണ്ട്. അത് നിങ്ങൾക്ക് ചില ടെക്സ്റ്റിൽ അങ്ങനെയായിരിക്കും കിടക്കുക. സിങ്കിങ് ഫണ്ട് ഈസ് അതർവൈസ് നോൺ ആസ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്ന് പറഞ്ഞാലും സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഇൻവെസ്റ്റഡ് ഇൻ ഔട്ട്സൈഡ് സെക്യൂരിറ്റീസ്, ഈ സിങ്കിങ് ഫണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഗവൺമെൻറ് സെക്യൂരിറ്റിയിലോ ബോണ്ടുകളിലോ അതുപോലുള്ള ലാഭകരമായിട്ട് മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലോ ബോണ്ടിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കും അല്ലേ, വർഷം ഇൻട്രസ്റ്റ് ലഭിക്കും. എലോങ് വിത്ത് ആനുവൽ എമൗണ്ട് സെറ്റ് അസൈഡ് ഫ്രം പ്രോഫിറ്റ് വിൽ അഗൈൻ ബി ഇൻവെസ്റ്റഡ് ആസ് യൂഷ്വൽ. അപ്പം ഇങ്ങനെ ആദ്യത്തെ വർഷം നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റിവെച്ചു. അതിനുശേഷം അത് നമ്മൾ പുറത്ത് സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി. അത് പിന്നീട് അടുത്ത വർഷം വീണ്ടും ആ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലേ. ദീസ് പ്രോസസ് കണ്ടിന്യൂസ് ടിൽ ദ ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. ഈ ഒരു പ്രോസസ്സ് ഡിബഞ്ചറിൻ്റെ റിഡംഷൻ നടക്കുന്ന വർഷം വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ദ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി സോൾഡ് ആൻഡ് ദ ക്യാഷ് ദസ് റിസീവ്ഡ് വിൽ ബി യൂസ്ഡ് ടു റീപേ ദ ഡിബഞ്ചർ. അപ്പോൾ ഏത് സമയത്താണോ, ഏത് വർഷത്തിലാണോ ഡിബഞ്ചറിൻ്റെ റിഡംഷൻ നടക്കുന്നത്, ആ റിഡംഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അത് നമ്മൾ വിൽക്കുന്നു. ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു സെക്യൂരിറ്റീസ് നമ്മൾ വിൽക്കുന്നു. ആൻഡ് അതിൽ നിന്ന് ലഭിക്കുന്ന ക്യാഷ് അത് നമ്മൾ ഡിബഞ്ചറിൻ്റെ റിഡംഷന് വേണ്ടി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അവരുടെ പണം തിരികെ നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അണ്ടർ ദിസ് മെത്തേഡ് ഓഫ് റിഡംഷൻ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ആൻഡ് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വിൽ ബി ഓപ്പൺഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ രണ്ട് അക്കൗണ്ടുകൾ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടി വരും. ഒന്ന് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഓരോ വർഷവും നിശ്ചിത തുക പ്രോഫിറ്റിൽ നിന്ന് നീക്കി വയ്ക്കുമെന്ന് പറഞ്ഞല്ലേ, അങ്ങനെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്കാണ് അത് നീക്കി വയ്ക്കുന്നത്. അതിനുവേണ്ടി ഒരു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ദെൻ ഈ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു അസറ്റ് ഉണ്ടാവുകയാണ് അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ അസറ്റ്. ആ അസറ്റിൻ്റെ പേരാണ് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഈ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു അക്കൗണ്ട് കൂടെ ഓപ്പൺ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ രണ്ട് അക്കൗണ്ടുകൾ ഈ കേസിൽ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ആഫ്റ്റർ ദി ഡിബഞ്ചേഴ്സ് ഹാവ് ബീൻ റിഡീംഡ്,
ഡിബഞ്ചർ എല്ലാം നമ്മൾ റെഡീം ചെയ്തതിന് ശേഷം ദി ബാലൻസ് ഓഫ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ജനറൽ റിസർവ് അക്കൗണ്ട്. അത് ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ നീക്കി വയ്ക്കുകയും ചെയ്യണം, അത് മാറ്റി വയ്ക്കുകയും ചെയ്യണം, അത് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ DRR അക്കൗണ്ടിൽ ബാലൻസ് ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലെയും ബാലൻസ് നമ്മൾ ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് സിങ്കിങ് ഫണ്ടിനെ കുറിച്ചുള്ള ഒരു ഏകദേശ വിവരങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇങ്ങനെ ഒരു സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്, എന്തെങ്കിലും ഡീമെറിറ്റുകളുണ്ടോ, അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഇവിടെ പറയാം, അത് നമുക്കൊന്ന് നോട്ട് ചെയ്യുക. അതായത് വെൻ ദർ ഈ സിങ്കിങ് ഫണ്ട് ഫോർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിന് വേണ്ടി നമ്മൾ സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് സിങ്കിങ് ഫണ്ട് മെത്തേഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ദ കമ്പനി നീഡ് നോട്ട് ട്രാൻസ്ഫർ 25% ഓഫ് ഫേസ് വാല്യൂ ഓഫ് redeemable debentures and deposit or invest 15% of the amount debentures to be redeemed. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളിൽ കണ്ടതുപോലെ ഡിബഞ്ചറിൻ്റെ റിഡംഷന് വേണ്ടി എത്ര രൂപയാണോ ചിലവാകുന്നത് അതിൻ്റെ 25% നമ്മൾ DRRലേക്ക് നീക്കി വെക്കണം. അതോടൊപ്പം തന്നെ റിഡംഷന് വേണ്ടി ചിലവാകുന്ന തുകയുടെ 15% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യേണ്ടതില്ല. ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ DRRലേക്ക് തുക നീക്കി വയ്ക്കുന്നതും 15% നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങൾ, ആ റൂളുകൾ ഇവിടെ ആപ്ലിക്കബിൾ അല്ല എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് സിങ്കിങ് ഫണ്ട് മെത്തേഡിൻ്റെ മെറിറ്റ്സ് എന്താണെന്ന് നോക്കാം. അതായത് ഡിബഞ്ചർ റിഡീം ചെയ്യാൻ വേണ്ടി ഒരു സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുകയും പിന്നീട് അത് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് ഡിബഞ്ചറുകൾ റിഡീം ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള മെത്തേഡിൻ്റെ മെറിറ്റ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ മെറിറ്റ്, ദ ചീഫ് മെറിറ്റ്സ് ഓഫ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് ആർ. ഫസ്റ്റ് മെറിറ്റ് നോക്കുക. ആസ് ദി ഫണ്ട്സ് റിക്വയർഡ് ഫോർ റിഡംഷൻ അക്യുമുലേറ്റ്സ് ഔട്ട്സൈഡ് ദി ബിസിനസ്. അതായത് നമുക്ക് റിഡംഷന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഫണ്ട് നമ്മൾ ബിസിനസ്സിന് പുറത്താണ് അക്യുമുലേറ്റ് ചെയ്യുന്നത് അല്ലേ? അതായത് ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ബിസിനസ്സിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിയിൽ, പ്രിഫറബിളി അതൊരു ഗവൺമെൻറ് സെക്യൂരിറ്റി ആകാം, അത്തരത്തിലുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റികൾ നമ്മൾ നിക്ഷേപിച്ചതിന് ശേഷം അവിടെയാണ് ആ പണം പെരുകി വരുന്നത് അല്ലേ, അക്യുമുലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം നമുക്ക് ലിക്വിഡ് ക്യാഷ് ഈസ് അവൈലബിൾ അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ. അത് അവസാനം നമ്മൾ റിഡംഷൻ നടക്കുന്ന വർഷത്തിൽ അത് വിൽക്കുമ്പോൾ റിഡംഷന് വേണ്ടിയുള്ള ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് നമുക്ക് ലഭ്യമാകുകയും ചെയ്യുന്നു അല്ലേ. ഹെൻസ് ഡിബഞ്ചേഴ്സ് ക്യാൻ ബി റീപെയ്ഡ് വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി. ഇവിടെ ലിക്വിഡ് ക്യാഷ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ റെഡിയായിട്ട് നമ്മുടെ കയ്യിൽ ക്യാഷ് ലഭിക്കുന്നു എന്നുള്ളതാണ്, താമസമില്ലാതെ തന്നെ ക്യാഷ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഡിബഞ്ചേഴ്സ് ക്യാൻ ബി റീപെയ്ഡ് വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിബഞ്ചറിൻ്റെ റിഡംഷന് വേണ്ടി ഇപ്പോൾ നിലവിലുള്ള കമ്പനിയുടെ മറ്റ് അസറ്റുകളോ മറ്റ് ലാഭവിഹിതങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, ഇൻ ദി ഇൻ്ററിം പീരീഡ്, ഈ ഒരു ഇൻ്ററിം പീരീഡിനുള്ളിൽ ദ സെക്യൂരിറ്റി മേ ബി പ്ലെഡ്ജഡ്. നമുക്ക് വേണമെങ്കിൽ ഈ സെക്യൂരിറ്റി നമുക്ക് പ്ലെഡ്ജ് ചെയ്യാം, മറ്റെവിടെയെങ്കിലും നമ്മൾ എടുത്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലേ, അത് നമുക്ക് വേണമെങ്കിൽ പണയപ്പെടുത്തി ക്യാഷ് വാങ്ങിക്കാം. ഓർ സോൾഡ് ഔട്ട് ടു ഗെറ്റ് ലിക്വിഡ് ക്യാഷ് ഇൻ കേസ് ഓഫ് എനി എമർജൻസി. നമുക്ക് കമ്പനിക്ക് പെട്ടെന്നൊരു ലിക്വിഡ് ക്യാഷ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ, എമർജൻസി ആയിട്ടുള്ള വരുന്ന സിറ്റുവേഷനിൽ കമ്പനിക്ക് വേണമെങ്കിൽ ഇതൊരു സെക്യൂരിറ്റി ആയിട്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പുറത്ത് നമുക്ക് പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ലിക്വിഡ് ക്യാഷ് കളക്ട് ചെയ്യാന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി നമുക്ക് അതിൻ്റെ ഡീമെറിറ്റ്സ് നോക്കാം. ഡീമെറിറ്റ്സ് ഓഫ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. ദർ മേ ബി ലോസസ് ഇൻ റിയലൈസിങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോഴെങ്കിലും നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനേക്കാളും കുറച്ച് നമുക്ക് തിരികെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നുള്ളത് അതിൻ്റെ ഡീമെറിറ്റ് ആണ്. ദ റേറ്റ് ഓഫ് റിട്ടേൺസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മേ ബി ലെസ് ദാൻ ദി ഏണിംഗ് റേറ്റ് ഓഫ് ദി ബിസിനസ്. ഇപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണല്ലേ. അപ്പോൾ അങ്ങനെ കമ്പനിയിലെ ഏണിംഗ് റേറ്റിനേക്കാളും കമ്പനിയുടെ കൈവശം ആ പണം ഉണ്ടായിരുന്നെങ്കിൽ അതുപയോഗിച്ച് ബിസിനസ് ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന ആ ഒരു ഏണിംഗ് റേറ്റിനേക്കാളും ചിലപ്പോൾ പുറത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മേ ബി ലെസ് ദാൻ ദ ഏണിംഗ് റേറ്റ് ഓഫ് ദി ബിസിനസ്. ദെൻ ആസ് എ പാർട്ട് ഓഫ് ദി പ്രോഫിറ്റ് ഈസ് സെറ്റ് അസൈഡ് ഫോർ ക്രിയേറ്റിംഗ് എ സിങ്കിങ് ഫണ്ട്. നമ്മൾ പ്രോഫിറ്റിൻ്റെ ഒരു വീതമാണ് സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ വർഷവും നീക്കി വയ്ക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് എ കമ്പാരിറ്റീവ്ലി ലോ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഡ്യൂറിംഗ് ദി റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇപ്പോൾ ഡിബഞ്ചറിൻ്റെ റിഡംഷൻ നടക്കുന്ന ആ ഒരു കാലയളവിലേക്ക് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഡിവിഡൻഡ്, ലാഭത്തിൻ്റെ വീതമാണ് ഡിവിഡൻഡായിട്ട് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ലാഭവീതം അല്ലെങ്കിൽ ആ പ്രോഫിറ്റിൻ്റെ ഒരു വീതം നമ്മൾ സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നീക്കി വയ്ക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് അവർ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന ആ ഒരു ഡിവിഡൻഡ് കുറയുന്നു എന്നുള്ളത് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടും പറയാറുണ്ട്. അപ്പോൾ ഇത്രയാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. അതൊരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ഇനി നമുക്ക് സിങ്കിങ് ഫണ്ട് മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രീസ് വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കാം. ഈ ജേണൽ എൻട്രീസിന് നമുക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയർ,
at the end of the second and subsequent years, at the end of the year in which redemption is made, അല്ലെങ്കിൽ ഫൈനൽ ഇയർ ഏത് വർഷമാണോ റിഡംഷൻ നടക്കുന്നത് ആ വർഷത്തെ ജേണൽ എൻട്രികൾ, അങ്ങനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ അറ്റ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ, നമ്മൾ ആദ്യത്തെ വർഷം അവസാനിക്കുമ്പോൾ, അതായത് റിഡംഷൻ നടക്കുന്ന ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തതിന് ശേഷം, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ റിഡംഷന് വേണ്ടിയുള്ള ഫണ്ട് നീക്കി വെച്ച് തുടങ്ങും അല്ലേ. അപ്പോൾ അങ്ങനെ റിഡംഷൻ ഇഷ്യൂ ചെയ്യുന്ന ആ വർഷം തന്നെ, അതിൻ്റെ വർഷാവസാനം തൊട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിൽപ്പെടുക. ഒന്നാമത്തത് നോക്കുക, ദി എമൗണ്ട് ടു ബി ഇൻവെസ്റ്റഡ് ഈച്ച് ഇയർ ഈസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയും ചില ടെക്സ്റ്റിൽ കാണാം. ഏതെങ്കിലും എഴുതിയാലും മതി കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റിൻ്റെ ഒരു വീതമാണ് നീക്കി വെക്കുന്നത്, അത് നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്കാണ് നീക്കി വെക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നീക്കി വെക്കുന്ന ജേണൽ എൻട്രി ആദ്യത്തെ വർഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്നും സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് റിഡംഷന് വേണ്ടി ഒരു നിശ്ചിത തുക നമ്മൾ നീക്കി വെക്കുന്ന ജേണൽ എൻട്രിയാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി എഴുതുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ജേണൽ എൻട്രി ആയിട്ട് വരിക. ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഫോർ റിഡംഷൻ ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. റിഡംഷന് വേണ്ടിയുള്ള ഒന്നാമത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു അല്ലേ. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ആ പ്രോഫിറ്റിൻ്റെ വീതം ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വയ്ക്കുന്ന, അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ്. റിസർവിലേക്ക് നീക്കി വയ്ക്കും, ഇതുപോലുള്ള സിങ്കിങ് ഫണ്ട് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നീക്കി വയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നീക്കി വയ്ക്കുന്ന അക്കൗണ്ടാണ്, ഉപയോഗിക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ആ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുകയാണ് നമ്മൾ ചെയ്യുന്നത് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ലൈബിലിറ്റി ആയിട്ട് നമ്മൾ കരുതാറുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. റിസർവ്സ്, ക്യാപിറ്റൽ, അതെല്ലാം നമ്മൾ ലൈബിലിറ്റി സൈഡിലാണ് എഴുതുന്നത് അല്ലേ. അതിനെല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. അതുകൊണ്ട് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രിയിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഒന്നാമത്തെ ജേണൽ എൻട്രി. ഇനി രണ്ട്, ദ എമൗണ്ട് ഈസ് ഇൻവെസ്റ്റഡ് ആൻഡ് ഡെബിറ്റഡ് ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. നോക്കുക, ഇവിടെ നമ്മൾ നീക്കി വെച്ചപ്പോൾ ആദ്യത്തെ വർഷം നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് വീതം സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് നീക്കി വെച്ചപ്പോൾ ആദ്യത്തെ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തു, സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് അല്ലേ. അതിനുശേഷം ഉടൻ തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ എമൗണ്ട് നമ്മൾ ഒരു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ. ഗവൺമെൻറ് സെക്യൂരിറ്റീസിലോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് സെക്യൂരിറ്റികളിലോ അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ദ എമൗണ്ട് ഈസ് ഇൻവെസ്റ്റഡ് ആൻഡ് ഡെബിറ്റഡ് ടു ദി സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഇപ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക, സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട്. ഇപ്പോൾ ബാങ്കിങ് ട്രാൻസാക്ഷനാണ് കൂടുതലായിട്ട് നടക്കുന്നത്, അതുകൊണ്ട് ബാങ്ക് എന്നുള്ള പദം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അല്ലേ. സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഒരു അസറ്റാണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. അസറ്റിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു അല്ലേ. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കുറയുന്നു, അതുകൊണ്ട് നമ്മൾ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. സാധാരണ ജേണൽ എൻട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾസ് ആണ്. ഇപ്പം നറേഷനായിട്ട് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് ഇൻവെസ്റ്റഡ്, നമ്മൾ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റിലേക്ക് ഇങ്ങനെ നീക്കി വെച്ച തുക, സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് നീക്കി വെച്ച തുക നമ്മളിപ്പോൾ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അത് വാങ്ങിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ നറേഷൻ കൊണ്ട് ഓർക്കുക. ഇനി നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി സെക്കൻഡ് ഇയർ ആൻഡ് സബ്സീക്വൻറ്റ് ഇയേഴ്സ്, ഇനി നമ്മുടെ രണ്ടാമത്തെ വർഷത്തിൻ്റെ അവസാനം അതുപോലെ തന്നെ നമ്മൾ ഫൈനൽ ഇയറിന് മുമ്പുള്ള മറ്റ് വർഷങ്ങൾ, ഇപ്പോൾ 5 വർഷം കൊണ്ടൊക്കെയാണ് നമ്മൾ ഇത് റിഡംഷൻ നടക്കുന്നതെങ്കിൽ ആദ്യത്തെ വർഷം ഉണ്ടാവും, രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷം, നാലാമത്തെ വർഷം ഉണ്ടാവും അല്ലേ. പിന്നീടാണ് 5ാമത്തെ വർഷം വരിക. ഇപ്പോൾ ഇവിടെ നമുക്ക് സെക്കൻഡ് ഇയറിലും പിന്നീട് വരുന്ന സബ്സീക്വൻറ്റ് ഇയറിലും ഫൈനൽ ഇയറിന് തൊട്ട് മുമ്പുള്ള വർഷങ്ങളിലും എല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ജേണൽ എൻട്രികളാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇവിടെ ആദ്യത്തെ ജേണൽ എൻട്രി വരുന്നത് നമ്മൾ തലേ വർഷം ഇൻവെസ്റ്റ് ചെയ്ത അതിന്മേലുള്ള ഇൻട്രസ്റ്റ്, ഒരു വർഷമാകുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രിയാണ് നമുക്ക് എഴുതേണ്ടത്. ദി എമൗണ്ട് വിൽ ബി ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് അല്ലേ. നമുക്ക് എമൗണ്ട് ഇങ്ങോട്ട് കിട്ടുകയാണ്. ആൻഡ് ക്രെഡിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം. നമുക്കൊരു ഇൻകം ആണല്ലേ. ഇൻകത്തെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് ഇൻക്രീസ് ചെയ്യുമ്പോൾ. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെ വരുന്നു, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇത് ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം ഇതൊരു ലാഭമാണ് അല്ലെങ്കിൽ വരുമാനമാണ് അല്ലേ, ഒരു ഇൻകം ആയതുകൊണ്ടാണ് നമ്മളിതിനെ ക്രെഡിറ്റ് ചെയ്യുക. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് അല്ലേ, നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നതുകൊണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് റിസീവ്ഡ് എന്നുള്ള നറേഷൻ. ദെൻ ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ട്രാൻസ്ഫേർഡ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്.
അപ്പോൾ ഇങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷം നമുക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ ഉടൻ തന്നെ കിട്ടുന്ന ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്നാൽ അതാത് വർഷങ്ങളിൽ നമ്മളൊരു നിശ്ചിത തുക മാറ്റി വയ്ക്കുന്നുണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്ന ഇൻട്രസ്റ്റ് കൂടി നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിനുള്ള ജേണൽ എൻട്രിയാണ് അടുത്തത്, ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഇവിടെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തതാണല്ലേ, തിരിച്ച് നമ്മൾ ഡെബിറ്റ് ചെയ്തത് ക്യാൻസൽ ചെയ്തുകൊണ്ട് അത് എങ്ങോട്ട് മാറ്റുന്നു? ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്, സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അപ്പോൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ കൂടിയിട്ടുണ്ടല്ലേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്നാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് പ്രോഫിറ്റിൽ നിന്ന് തുക മാറ്റിയപ്പോൾ എഴുതിയത്. ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്ന് എഴുതുന്നു. ഇൻട്രസ്റ്റ് നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു അല്ലേ. നറേഷനായിട്ട് ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഈസ് ട്രാൻസ്ഫേർഡ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്, സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് കിട്ടിയത് ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ നറേഷനൊക്കെ എഴുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾ എഴുതുന്നത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാണ് എഴുതുന്നത് എന്നുള്ളത് നിങ്ങൾക്കും ബോധ്യമാവും, ഒപ്പം തന്നെ ഈ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആളുകൾക്കും ബോധ്യമാവും. അതുകൊണ്ട് പരമാവധി നറേഷനിലൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ വർഷവും തുടർന്ന് വരുന്ന വർഷങ്ങളിലെ മൂന്നാമത്തെ ജേണൽ എൻട്രി നോക്കുക. ഇവിടെ നമ്മൾ ആദ്യം ഇൻട്രസ്റ്റ് കിട്ടിയതും അത് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതും 1-2 ജേണൽ എൻട്രി ആയിട്ട് എഴുതി. ഇനി മൂന്നാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ എഴുതിയ ജേണൽ എൻട്രികളുടെ റിപ്പീറ്റേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ വർഷം നമുക്ക് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് പണം നീക്കി വെക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. നറേഷനായിട്ട് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഫോർ റിഡംഷൻ ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമ്മൾ ഒന്നാമത്തെ വർഷവും എഴുതിയ ജേണൽ എൻട്രി, ഒന്നാമത്തെ ജേണൽ എൻട്രി ഇത് തന്നെയാണ് അല്ലേ, അതിന് മാറ്റമൊന്നുമില്ല. രണ്ടാമത്തെ ജേണൽ എൻട്രിയും അതുപോലെ തന്നെയാണ്. ദ എമൗണ്ട് ടു ബി ഇൻവെസ്റ്റഡ് വിൽ ബി ദ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് പ്ലസ് ദി ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ മേക്കിംഗ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് എൻട്രി വിൽ ബി. അതായത് ഇവിടെ നമുക്ക് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്, ഈ വർഷം നമ്മൾ നീക്കിവെച്ച ഈ ഒരു എമൗണ്ട് സിങ്കിങ് ഫണ്ടിലേക്ക് വന്നിരിക്കുന്ന എമൗണ്ട്, ഒപ്പം തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയ എമൗണ്ട് നമ്മൾ സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതല്ലേ. അപ്പോൾ രണ്ടുകൂടെ ഒരുമിച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് അടുത്ത ജേണൽ എൻട്രി. ജേണൽ എൻട്രിയിൽ വ്യത്യാസമില്ല, എമൗണ്ടിൽ വ്യത്യാസം വരാം അല്ലേ. സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. നമ്മൾ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെ തുകയാണ് ഇവിടെ വരിക എന്നുള്ളത് ഓർക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ രണ്ടാമത്തെ വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ വർഷത്തെ നമ്മൾ നീക്കിവെച്ച പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് നീക്കിവെച്ച സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് നീക്കിവെച്ച ആ തുകയും, ഒപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടല്ലേ. ഈ രണ്ട് എമൗണ്ടോട് ഒരുമിച്ചാണ് നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ആ ഇൻട്രസ്റ്റ് നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയല്ല, അതോടുകൂടി നമ്മൾ ഈ വർഷം രണ്ടാമത്തെ വർഷം നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ വരിക. ഇൻട്രസ്റ്റ് റിസീവ്ഡ് പ്ലസ് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് ഇൻവെസ്റ്റഡ്. ഇൻട്രസ്റ്റ് കിട്ടിയ ഇൻട്രസ്റ്റും പ്ലസ് ഈ വർഷത്തെ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റും, ഈ വർഷം നീക്കി വെച്ച എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇനി അറ്റ് ദി എൻഡ് ഓഫ് ലാസ്റ്റ് ഇയർ, അവസാനത്തെ വർഷം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഡിബഞ്ചറിൻ്റെ റിഡംഷൻ നടക്കുന്ന വർഷമാണ് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ജേണൽ എൻട്രികൾ നോക്കുക. വെൻ ദ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് റിസീവ്ഡ് ഇറ്റ് വിൽ ബി ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. നമ്മുടെ രണ്ടാമത്തെ വർഷം ആദ്യത്തെ ജേണൽ എൻട്രി ആയിട്ട് എഴുതിയത് അല്ലേ. ഇവിടെയും ഈ അവസാനത്തെ വർഷം നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് തൊട്ട് മുമ്പത്തെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കും അല്ലേ. ആ ഇൻട്രസ്റ്റ് നമ്മളിവിടെ കണക്കൂട്ടണം. ആ ഇൻട്രസ്റ്റ് കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യണം? അത് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ആദ്യം ട്രാൻസ്ഫർ ചെയ്യണം. ജേണൽ എൻട്രിയിൽ വ്യത്യാസമൊന്നുമില്ല. ഇൻട്രസ്റ്റ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അതായത് ഒന്നുകൂടെ പറയാം, നിങ്ങൾ രണ്ടാമത്തെ വർഷവും സബ്സീക്വൻറ്റ് ഇയേഴ്സിലും നമ്മൾ എഴുതിയിരിക്കുന്ന പോലെ തന്നെ തൊട്ട് മുമ്പത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മേൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ്, അക്യുമുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ്, ഈ വർഷം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ്, അത് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നു അല്ലേ. ആ കിട്ടുന്ന ജേണൽ എൻട്രിയാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇൻട്രസ്റ്റ് നമുക്ക് കഴിഞ്ഞ വർഷങ്ങൾ ചെയ്ത പോലെ തന്നെ അടുത്തതായിട്ടത് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് മേലുള്ള ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കുന്നു. രണ്ടാമത്തെ ജേണൽ എൻട്രി സെയിം ആണ്. ഇത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഈസ് ട്രാൻസ്ഫേർഡ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ഇവിടെ കിട്ടിയ ഇൻട്രസ്റ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്, സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഈസ് ട്രാൻസ്ഫേർഡ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. അപ്പോൾ ഇത് നമ്മൾ അവസാനത്തെ വർഷവും നമ്മൾ ഈ രണ്ട് ജേണൽ എൻട്രികൾ റിപ്പീറ്റ് ചെയ്യണം. ഇനി മൂന്നാമത്തെ ജേണൽ എൻട്രി ആയിട്ട് നമുക്ക് അവസാനത്തെ വർഷമാണെങ്കിലും ആ വർഷവും നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് എമൗണ്ട് മാറ്റേണ്ടതുണ്ട്. നമ്മൾ സാധാരണ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഫോർ റിഡംഷൻ ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ അവസാനത്തെ വർഷമാണല്ലോ, ആ വർഷം നമുക്ക് നീക്കേണ്ടതില്ല എന്ന് ഓർക്കരുത്. ആ വർഷം നമുക്ക് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് റിഡംഷന് വേണ്ടി നമ്മൾ സ്വരൂപിക്കുന്ന ആ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ നീക്കേണ്ടതുണ്ട്, പണം മാറ്റി വയ്ക്കേണ്ടതുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: നോ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ഇൻ ദ ലാസ്റ്റ് ഇയർ. ഈ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്ന തുക
ഇൻട്രസ്റ്റ് ആയിട്ടും ഈ വർഷം നീക്കി വെച്ച വന്നിരിക്കുന്ന ഈ തുക നമ്മൾ ഈ വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ജേണൽ എൻട്രി എഴുതേണ്ട ആവശ്യമില്ല. ഈ വർഷം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് അത് തിരിച്ചു വാങ്ങിക്കാനുള്ള സാവകാശം അവിടെ ഇല്ല അല്ലേ? കാരണം ഒരു വർഷം കഴിഞ്ഞാലാണ് അതിനകത്ത് ഇൻട്രസ്റ്റ് ഒക്കെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പക്ഷേ ഈ വർഷം അവസാനമായി അല്ലേ? ഈ വർഷം അവസാനമാണ് നമുക്ക് റിഡംഷൻ നടക്കേണ്ടത്. ഇത് ലാസ്റ്റ് ഇയർ ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് റിഡംഷൻ നടക്കേണ്ടതുള്ളതുകൊണ്ട് ഈ വർഷം നീക്കി വയ്ക്കുന്ന സിംഗിങ് ഫണ്ടിലെ അക്കൗണ്ടിലെ തുകയൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾറെഡി ഹെൽഡ് വിൽ ബി സോൾഡ്. ഇപ്പോൾ നമുക്ക് ഇതുവരെ നമ്മൾ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം വിൽക്കാൻ പോവുകയാണ്. വിറ്റിട്ട് അതിൽ നിന്നാണ് നമുക്ക് റിഡംഷന് വേണ്ടിയുള്ള ക്യാഷ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തെല്ലാം നമ്മൾ വിൽക്കാൻ പോവുകയാണ്. ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുന്നു. ദ എൻട്രി വിൽ ബി ആസ് ഫോളോസ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എന്താണോ ജേണൽ എൻട്രി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ജേണൽ എൻട്രി വരും അല്ലേ? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ടു സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു ഇവിടെ അല്ലേ? ആ അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കുറയുകയാണ്. ടു സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. സെയിൽ ഓഫ് സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ് ഇവിടെ നറേഷനായിട്ട് വരിക. ഇനി നമുക്ക് കുറച്ച് ജേണൽ എൻട്രി കൂടെ ഇവിടെ ബാക്കിയുണ്ട്. ഒന്ന്, ഇഫ് ദർ ഈസ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് അവസാനം വിൽക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മുടക്കിയിരിക്കുന്ന തുകയേക്കാൾ കൂടുതൽ വിലയ്ക്കാണ് നമ്മളിത് വിൽക്കുന്നതെങ്കിൽ അവിടെ പ്രോഫിറ്റ് ഉണ്ട്. അതും നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ സിംഗിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടതാണ്. അപ്പോൾ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു സിംഗിങ് ഫണ്ട് അക്കൗണ്ട്. ഇപ്പോൾ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്കിവിടെ കൂടുതലുണ്ടാവും അല്ലേ? അപ്പോൾ ആ എമൗണ്ട് നമ്മൾ സിംഗിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു സിംഗിങ് ഫണ്ട് അക്കൗണ്ട്. അപ്പോൾ അത് സിംഗിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? എങ്കിലാണ് സിംഗിങ് ഫണ്ട് അക്കൗണ്ടിൽ അത് കൂടുകയുള്ളൂ, പ്രോഫിറ്റ് ആയതുകൊണ്ട്. ഇനി നഷ്ടമാണ് സംഭവിക്കുന്നതെങ്കിൽ അത് സിംഗിങ് ഫണ്ട് അക്കൗണ്ടിൽ നിന്ന് കുറയുകയും ചെയ്യണം. ഇഫ് ദർ ഈസ് ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ അത് വിറ്റപ്പോൾ ലോസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ നേരെ തിരിച്ച് ഇതിൻ്റെ ഈ ഒരു ജേണൽ എൻട്രിയുടെ നേരെ റിവേഴ്സ് ജേണൽ എൻട്രിയാണ് വരിക. സിംഗിങ് ഫണ്ട് അക്കൗണ്ട് അറ്റ് ടു സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യണം. സിംഗിങ് ഫണ്ട് അക്കൗണ്ടിൽ അല്ലേ? സിംഗിങ് ഫണ്ട് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ കൊണ്ടുപോയി ആ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അവിടെ കൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഡെബിറ്റ് ചെയ്യുമ്പോൾ സിംഗിങ് ഫണ്ട് അക്കൗണ്ട് അതനുസരിച്ച് കുറയും. ഇപ്പോൾ ലോസ് ഉണ്ടാവുകയാണെങ്കിൽ, നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അത് സിംഗിങ് ഫണ്ട് അക്കൗണ്ടിൽ നിന്ന് അത്ര എമൗണ്ട് കുറയും എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയല്ല, നഷ്ടം ഉണ്ടാവും എന്നുള്ളതല്ല. ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ? ചിലപ്പോഴെങ്കിലും നഷ്ടം ഉണ്ടായേക്കാം. നഷ്ടം ഉണ്ടെങ്കിൽ നമ്മളത് ഈ ഒരു ജേണൽ എൻട്രി എഴുതി നമ്മളത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം. ലോസ് ട്രാൻസ്ഫേർഡ് ടു സിംഗിങ് ഫണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നതുകൊണ്ട് നറേഷനും കാണിക്കുക. ഇനി നമുക്ക് റിഡംഷനുള്ള ജേണൽ എൻട്രിയാണ്. റിഡംഷന് വേണ്ടി ഡ്യൂ ആകുന്നു. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ക്യാഷ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് അതിനുശേഷം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് നടത്തുന്നു. ഇത്തരത്തിലുള്ള ജേണൽ എൻട്രികളൊക്കെയാണ് അവസാനമായിട്ട് എഴുതേണ്ടത്. നോക്കുക, ഫോർ എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് റിഡംഷന് വേണ്ടി എത്ര രൂപയാണോ കൊടുക്കാനുള്ളത് അത്രയും തുക കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡ്യൂ ആകുന്ന സമയത്ത് കൊടുക്കാനുള്ള ടൈമിൽ നമ്മൾ ആദ്യം ഈ ഒരു ജേണൽ എൻട്രി എഴുതും. എന്താണ് വരിക? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ഡിബഞ്ചറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യുന്നു അല്ലേ? ഡിബഞ്ചറുകൾ തിരികെ വാങ്ങിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഡിബഞ്ചർ അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്ത് അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. നമ്മൾ ഇഷ്യൂ ചെയ്തപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ ഈ സമയത്ത് തിരികെ വാങ്ങിക്കുമ്പോൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനാണ് ക്യാഷ് കൊടുക്കാനുള്ളത് അല്ലേ? അപ്പോൾ അവർക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് അർത്ഥമാക്കിക്കൊണ്ട് നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. നറേഷനായിട്ട് എമൗണ്ട് ഡ്യൂ ഫോർ റിഡംഷൻ. റിഡംഷന് വേണ്ടി എമൗണ്ട് ഡ്യൂ ആയി. ഇനി ഫോർ പേയ്മെൻറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ട് റിഡംഷൻ നടക്കണം അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു. ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു അല്ലേ? ഇവിടെ റിഡംഷൻ ഈസ് മെയ്ഡ്. റിഡംഷൻ നമുക്ക് നടക്കുന്നു. ഇനി അവസാനമായിട്ട് ഒരു ജേണൽ എൻട്രി കൂടെ ബാക്കിയുള്ളൂ. അതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ടിരുന്നു. ഇത് ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദി സിംഗിങ് ഫണ്ട് അക്കൗണ്ട്. സിംഗിങ് ഫണ്ട് അക്കൗണ്ടിൽ ഉള്ള ക്രെഡിറ്റ് ബാലൻസ് നമ്മളത് ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. സിംഗിങ് ഫണ്ട് അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പോൾ നമുക്ക് ലാഭമൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് സിംഗിങ് ഫണ്ട് അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അപ്പോൾ സിംഗിങ് ഫണ്ട് അക്കൗണ്ട് ടു ജനറൽ റിസർവ് അക്കൗണ്ട് എന്നാണ് അതിൻ്റെ ജേണൽ എൻട്രി അല്ലേ? സിംഗിങ് ഫണ്ട് അക്കൗണ്ടിലെ ബാലൻസ് ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു ജേണൽ എൻട്രി ഇവിടെ എഴുതി കഴിഞ്ഞാൽ സിംഗിങ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏകദേശം എല്ലാ ജേണൽ എൻട്രികളും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളിത് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ജേണൽ എൻട്രീസ് എന്തുകൊണ്ടാണ് ഡെബിറ്റ് ചെയ്തത്, എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ വേണ്ടി മടി കാണിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള മറുപടി ലഭിച്ചിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക, ഇന്ന് തന്നെ പഠിച്ചു വയ്ക്കുക. എന്നിട്ട് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ആ സമയത്ത് നിങ്ങൾക്കത്
കൃത്യമായിട്ട് ഈ ജേണൽ എൻട്രീസിയുടെ എല്ലാം ആപ്ലിക്കേഷൻസ് ആണ് അതിൽ വരിക. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് ഇനി വീണ്ടും കാണാം.